ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടേക്കാ മോളെ? ഞാനേ നവീനെ കാണാൻ പോവാ. എന്താ പ്രത്യേകിച്ച്? ഞങ്ങള് തമ്മിൽ ഇനി കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണം വേണോ? എനിക്ക് കാണാൻ തോന്നി, ഞാൻ ഇറങ്ങി. ഓ, ഞാൻ നവീനെ വിളിച്ചില്ല, ഒന്ന് വിളിക്കട്ടെ. നിങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഭഗവാനെ, ഓരോ ദിവസം വൈകും തോറും അമ്മയുടെ അവസ്ഥ മോശമാവാണ്. ആ പാവത്തിനത് അറിയില്ല. എത്രയും പെട്ടെന്ന് അമ്മയുടെ ഓപ്പറേഷൻ നടത്താനുള്ള മാർഗം എനിക്ക് കാണിച്ചു തരണേ. അമ്മേ, ദേ നോക്കി. ഇവളെന്താ ഈ വേഷത്തില്? മനസ്സിലായി. കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ ചിലപ്പോ നവീൻ നിർബന്ധിച്ചിട്ടുണ്ടാവും. തറവാട്ടിൽ വന്ന് കയറാനുള്ള തയ്യാറെടുപ്പാ. ശരി, വാ. നിക്ക്. ഇതെന്താ ഈ പുതിയ വേഷത്തില്? അന്ന് നീ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോ ഞങ്ങളെല്ലാരും ഒന്നുമല്ലാതാക്കി അങ്ങ് തിരിച്ചുപോയി. പക്ഷേ ഇന്നത് നടക്കും തോന്നുന്നുണ്ടോ? എന്താ? ഈ നാട്ടിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ വേറെ ഇല്ലേ? നവീനെ നീ വിട്ടേക്ക്, അതാണ് നിനക്ക് നല്ലത്. അല്ല, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. ഈ വേഷം കെട്ടിലും കൊണ്ട് തറവാട്ടില് നിന്നെ ആരും പ്രതിഷ്ഠിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സംഭവിക്കില്ല. മനസ്സിലായല്ലോ? പൊയ്ക്കോ പൊയ്ക്കോ. ഇതാരാത്? ഇവർക്ക് എന്താ പറ്റിയത്? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ എന്താ നിർമ്മല ഒന്നും തിരിച്ചു പറയാത്തത്? അത് മനസ്സിലായില്ലേ? നവീന്റെ കൂടെയോ അവളുടെ അമ്മയുടെ കൂടെയോ നിൽക്കുമ്പോ മാത്രമേ അവൾക്ക് ധൈര്യമുള്ളൂ. ഒറ്റയ്ക്കായ നല്ല പേടിയാ. ആ, അത് കറക്റ്റാ. അല്ലെങ്കിൽ അവളിപ്പോ പ്രതികരിക്കേണ്ടതല്ലേ? എന്തായാലും അവളെ തനിച്ച് കിട്ടിയല്ലോ അച്ഛാ. ഞാൻ അവളെ ശരിക്കൊന്ന് കണ്ടിട്ട് വരാം. അത് വേണം മോളെ. പറയാനുള്ളതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നീ ചെല്ലു മോളെ. സിത്താരയുടെ മകളാണോ കീർത്തിയാണോ വലുതെന്ന് ഇപ്പറിയാം. അയ്യോ, മാറ്. അയ്യോ, അയ്യോ മോളെ. അയ്യോ അയ്യോ, എനിക്ക് 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 അയ്യോ. ഇവളാണോ കായൽക്കരയിൽ പാമ്പിനെ കണ്ടപ്പോ പേടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞത്? അതെ ഉദയേട്ടാ, അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പാമ്പിനെ കണ്ടപ്പോ ആലിനെ പോലെ വിറയ്ക്കായിരുന്നു അവള്. കരയും ചെയ്തിരുന്നു. അമ്മേ, എന്നാലും എന്തൊരു ധൈര്യ.
അതുകൊള്ളാലോ, ഒരു ദിവസം നാഗത്തിനെ കണ്ട് പേടിക്കുക, പിറ്റേ ദിവസം അതിനെ മെരുക്കാൻ ശീലിക്കുക. നിർമ്മലേ, ഇവളും നിസ്സാരക്കാരിയല്ല കേട്ടാ. ഗോപാലേട്ടാ, കൂടുതൽ കക്ഷി വിടണ്ടാട്ടോ. ഈ കുട്ടിയുടെ സംസാരം കേട്ടാ ഗോപാലേട്ടന്റെ കയ്യിൽ നിന്ന് 1ാം സമ്മാനം വീഴുന്നാ തോന്നുന്നേ. ചേട്ടന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. ശരി. ഹലോ, എന്റെ പൊന്നു മോളെ, ഞാനിവിടെ പെട്ട് നിൽക്കുക. എന്തു പറ്റി? ഫ്രിഡ്ജോ മിക്സിയോ ഓവനോ എന്തേലും പണി തന്നോ? എന്തിനാ യന്ത്രങ്ങൾ പണി തരുന്നേ? ഇവിടെ കുറെ യന്ത്ര മനുഷ്യരുണ്ടല്ലോ. മോളെ, നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അത് ഞാനിപ്പോ എങ്ങനെയാ ഈ നേരത്തെ അങ്ങോട്ട്? നീ വന്നില്ലെങ്കിൽ എന്നെ വല്ല പെട്ടിയിൽ എടുത്തോണ്ട് പോകേണ്ടി വരും. ഒന്ന് വാടി മോളെ. ശരി, ഞാനിത് അങ്ങോട്ട് വരാം. ഗോപാലമാമ, സുനന്ദേച്ചിയാ വിളിച്ചത്. എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തു പറ്റി? ചേച്ചി നല്ല ടെൻഷനിലാ. ആ, അപ്പൊ ആ പണി അധികം നാളത്തേക്ക് ഇല്ല. ആ, ഒന്ന് മിണ്ടാതിരുന്നേ. ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും. ചേച്ചിയുടെ ടെൻഷൻ കൊണ്ടാ. ഞാനൊന്ന് പോയി അതൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. ഓ. കേട്ടോ? ആ മോളെ, ആ. മോള് വരുമ്പോഴേ ആ മീൻ മാർക്കറ്റിന്റെ അവിടെ ആ, വന്നാ. ശരി ശരി. ഓ ശരി. മമ്മി, എവിടേക്കാ മോളെ? ഞാനേ നവീനെ കാണാൻ പോവാ. എന്താ പ്രത്യേകിച്ച്? ഞങ്ങള് തമ്മിൽ ഇനി കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണം വേണോ? എനിക്ക് കാണാൻ തോന്നി, ഞാൻ ഇറങ്ങി. ഓ, ഞാൻ നവീനെ വിളിച്ചില്ല. ഒന്ന് വിളിക്കട്ടെ. നിങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുന്നത് ശരിയല്ല. എന്താ? അല്ല, ഈ നിൽക്കുന്ന മമ്മിയുടെ സ്ഥാനത്ത് സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് മുടിയൊക്കെ നരച്ചു നിൽക്കുന്ന ഒരു തറവാട്ട് മുത്തശ്ശിയെ ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കിയതാ. അവർക്കാണല്ലോ ഇങ്ങനത്തെ ഈ ഓൾഡ് സിസ്റ്റം ഒക്കെ. എന്റെ മമ്മി, ഇപ്പോഴത്തെ ചേഞ്ച് ഒന്നും മമ്മി കാണുന്നില്ല. ഞാനും നവീനും തമ്മിൽ ഒന്നിച്ചു പോയാ എന്താ കുഴപ്പം? ആർക്കാ കുഴപ്പം? നവീൻ, പിക്കപ്പ് പിക്കപ്പ്. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഐ എം സോറി, ഫോൺ സൈലന്റിലായിരുന്നു. നവീൻ ഇപ്പൊ എവിടെയുണ്ട്?